വിജയകുമാർ, പത്രത്തിന്റെ ഇപ്പം മധുസാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മധുസാർ നമസ്കാരം, ഞാൻ ശ്രീധരൻ നായരാണ്. ഇത് മരണം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ജയേന്ദ്രൻ ഇങ്ങനെ ഉള്ള രോഗം വന്നിട്ട് കഷ്ടപ്പെട്ട് മരിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വഭാവവും ജീവിത രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് പുക വലിക്കരുത്, അത് വലിക്കരുത്, ഇത് ചെയ്യരുത്, മറ്റേ ചെയ്യരുത്, അർബുദം എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ. ഇപ്പൊ തോന്നുന്നു ഈ ഇങ്ങനെ ചെയ്യാതിരുന്നിട്ട് എന്തോ ഒന്ന് എന്ന് പറയാൻ വളരെ ദുഃഖം തോന്നുന്നുണ്ട്. ഈ മറ്റെന്ത് രോഗം വന്നാലും ജയേന്ദ്രന് ഇങ്ങനെ ഒരു രോഗം വന്ന് കഷ്ടപ്പെട്ട് മരിക്കേണ്ടി വരും എന്നൊരിക്കലും തോന്നിയിരുന്നില്ല. ഇത് പ്രത്യേകം പറയാൻ കാരണം അദ്ദേഹത്തിന്റെ നമ്മുടെ ആദ്യം തൊട്ടുള്ള ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഉള്ള പടം കാണുമ്പോൾ ആ മനുഷ്യനാണോ ഈ മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ പാട്ടുകളെ കുറിച്ച് ഓർക്കുന്നതിനേക്കാളും ജയചന്ദ്രന്റെ ലുക്കിന് അദ്ദേഹത്തെ കാണുമ്പോൾ ഉള്ള ദുഃഖം അത് സത്യത്തിൽ വലിയ ദുഃഖമാണ്. ഞാൻ പാട്ടിന്റെ കാര്യം പറയാത്തില്ല. എല്ലാവരും ഞാനും ഇത് 2 മണിക്കൂറായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഇത് ചാനൽസിൽ. അപ്പൊ അതെല്ലാം കൂടെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതെന്റെക്ക് സാറേ ഏറ്റവും അവസാനം ഇദ്ദേഹത്തിനെ കണ്ടത് എപ്പോഴാണ്? കുറച്ചു കാലമായി കാണുമല്ലോ. യാതൊന്നും ആദ്യം കണ്ട ഓർമ്മയുണ്ട്, അവസാനം കണ്ടത് ഓർമ്മയില്ല. ഓക്കെ. സാറുമായിട്ട് നല്ലൊരു അടുപ്പം സിനിമാ കാലത്ത് സൂക്ഷിച്ച ഒരാളായിരുന്നു അല്ലേ ജയേട്ടൻ? ഉണ്ടായിരുന്നു. അന്യോന്യമായിട്ട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് എങ്ങാനും വിളിച്ചിരുന്നു പുള്ളി? ടെലിഫോണിലെങ്ങാനും വിളിച്ചിരുന്നു സാറിന്? ഇല്ല. ഓക്കെ. കാര്യം അദ്ദേഹം കുറിച്ച് വിഷമത്തിലായിരുന്നു സാറിന് അറിയുന്ന പോലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആശുപത്രികളിലും ചികിത്സയൊക്കെ ആയിട്ട് തുടരുകയായിരുന്നു. ലേക്ക് ഷോറിലും തൃശ്ശൂർ അമലയിലും ഒക്കെ ആയിട്ട്. അതെ, അവസാന കാലത്ത് വേദനിച്ചതിലാണ് എനിക്ക് ഏറ്റവും മരിച്ചതിനേക്കാളും കൂടുതൽ ദുഃഖം. അവസാനം അദ്ദേഹം വേദനിച്ചതിലാണ്, വിഷമിച്ചതിലാണ്. പോട്ടെ, നമുക്കിനിയിപ്പോ എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേടാനില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മരിച്ചാലും പാട്ടുകളെല്ലാം ജീവിച്ചിരിക്കും, അതിനോടൊപ്പം ജയേന്ദ്രനും ജീവിക്കും, അല്ലേ? അതെ. ഓക്കെ സാറേ, സാറിന് എനിക്ക് തോന്നുന്നത് ഒരുപാട് വൈകിയല്ലല്ലോ സാർ? നേരത്തെ ഉറങ്ങുന്ന കാലമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഓക്കെ സാർ.